ഹായ് ഫ്രണ്ട്സ്, ജിയോ എയർ ഫൈബറിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത്, അതായത് ഒരു ജിയോ എയർ ഫൈബറിൻ്റെ ഫീസിബിൾ ഉണ്ടോ, നമുക്കിവിടെ കിട്ടുമോ, എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മളിവിടെ ഫീസിബിൾ ആണ്, ജിയോ എയർ ഫൈബർ തരാൻ പറ്റുന്നതാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ആപ്പാണിത്. ഈ ആപ്ലിക്കേഷൻ വഴിയാണ് ജിയോ എയർ ഫൈബർ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റുമോ, സിഗ്നൽ ഉണ്ടോ എന്നൊക്കെ അറിയുന്നത്. ഇതിൻ്റെ പേരാണ് ജിയോ നെറ്റ് വെലോസിറ്റി ഇന്റർഫേസസ്. അതായത് ഞാൻ പ്ലേ സ്റ്റോറിൽ കാണിക്കാം. പ്ലേ സ്റ്റോറിൽ കയറുക, സെർച്ച് ചെയ്യുക. ഇതാണ് ആപ്പ്, നെറ്റ് വെലോസിറ്റി ഇൻ്റർപ്രൈസസ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിനകത്തിൽ നമ്മളിതെല്ലാം അതിൻ്റെ പെർമിഷൻ എല്ലാം കൊടുക്കണം. ലൊക്കേഷൻ ഓൺ ആയിരിക്കണം, ഡാറ്റ ഓൺ ആയിരിക്കണം, ജിയോയുടെ സിം പോർട്ട് 1 5G സപ്പോർട്ട് ചെയ്യുന്ന ഹാൻഡ്സെറ്റ് ആയിരിക്കണം. ഇതിന് ശേഷം എല്ലാം പെർമിഷൻ എല്ലാം കൊടുത്തതിന് ശേഷം ഇൻ്റർഫേസ് ഇങ്ങനെ വരും. ഏറ്റവും റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് മോർ ഓപ്ഷൻ ഉണ്ട്. ഈ മോറിൽ കയറി കഴിഞ്ഞാൽ സെറ്റിങ്സിൽ കയറുക. അതിനുശേഷം ഈ അഡ്വാൻസ് മോഡ് ഓൺ ആക്കി കൊടുക്കണം. ഈ അഡ്വാൻസ് മോഡ് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം തിരിച്ചു വരിക. അപ്പം നമുക്ക് മേളിലെല്ലാം അതിൻ്റെ ഫീച്ചേഴ്സും ഓണായി കിടക്കുന്നത് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരത്തേക്ക് ഇതിന്ന് കറങ്ങിയതിന് ശേഷം ഇവിടെ എത്ര സിഗ്നൽ ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ ഓപ്പറേറ്റ് എന്നെഴുതിയേക്കുന്നിടത്ത് ജിയോ 5G ഉണ്ട്. അത് കഴിഞ്ഞ് ബാൻഡ് എന്നുള്ളിടത്ത് N78. ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടി. ഈ രണ്ടെണ്ണം സ്വിച്ച് ആകാതെ തന്നെ നിലനിൽക്കണം. അത് N78 തന്നെ ആയിരിക്കണം. പ്ലസ് നമുക്ക് ഇവിടുത്തെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ഇപ്പോൾ 600-700 കിട്ടുന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഒരു 40 കിട്ടിയാലും നമുക്ക് 30ൻ്റെ സ്പീഡ് കൊടുക്കാൻ പറ്റും. 40 കിട്ടിയെന്ന് പറഞ്ഞാലും 600 കിട്ടുന്നിടത്ത് 700 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് സ്പീഡ് കുറയുമെന്നില്ല. എന്നാൽ 700 കിട്ടിയാലും 30ൻ്റെ സ്പീഡ് ഉണ്ടാവും, 40 കിട്ടിയാലും 30ൻ്റെ സ്പീഡ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലാണ് ഈ ജിയോ എയർ ഫൈബറിൻ്റെ ഫീസിബിൾ ആണോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുന്ന വരും. എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടോളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ കൂടുതൽ അറിവുകളിലേക്ക് ഞാൻ ഇനി വീഡിയോ ഇടുന്നതായിരിക്കും.